ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈൻക്രാഫ്റ്റ് ഗൈസ്. നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ക്രീപ്പർ ഫാം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പകുതി പണിയായിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞാൻ കാണിച്ചു തരാം. അതാണ് ഗൈസ്, നമ്മൾ ക്രീപ്പർ ഫാം ഉണ്ടാക്കി നമ്മുടെ പകുതി പണിയായി. ഇവിടെ ഒരു സ്കെൽട്ടൺ ഉണ്ടായല്ലോ, പോട്ടെ. നമ്മളിവിടെ എൻ്റെ ഫുഡ് ലെവൽ കുറച്ച് ലോ ആണ്. നമുക്ക് ഓടാ മോനെ ഗൈസ്. അത്യാവശ്യം കിട്ടി ഗൈസ്, എനിക്ക് അമ്പ് കിട്ടി ഗൈസ്. യെസ് ഗൈസ്, ഞാൻ അമ്പ് എടുത്തിട്ടുണ്ട്. രണ്ട് സ്ഥലത്ത് രണ്ട് ആടുണ്ട്. കൊച്ചിന് ആ കുട്ടിയാണെങ്കിൽ നമുക്കിപ്പോൾ ഒന്നും ചെയ്യണ്ട, വലുതായി വരട്ടെ. പിന്നെ ഗൈസ്, അടുത്ത വീഡിയോ നമുക്ക് എന്താണ് നമ്മുടെ സ്റ്റോറേജ് ഏരിയ സെറ്റ് ചെയ്യണം ഗൈസ്. നമ്മുടെ സ്റ്റോറേജ് മാക്സിമം ഫുള്ളായിട്ടുണ്ട് ഗൈസ്. വേണ്ട, ഫുള്ളാണ് ഗൈസ്. ഇതൊരെണ്ണം കിട്ടിയിരുന്നു. പിന്നെ ഗൈസ് 18 ഡയമണ്ട്. അത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ ആവശ്യം വാട്ടർ ബക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഗൈസ് ഒരു ക്രീപ്പർ അവിടെ വന്ന് ഒറ്റ പൊട്ടിത്തെറിക്കൽ ഗൈസ്. അവിടെ ആ ഒരു സ്ഥലം ബോംബിട്ട് പൊട്ടിച്ചോലെ ഗൈസ്. നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് വീട്ടിക്കകത്ത് വല്ല ഫുഡുണ്ടോ ഗൈസ്? ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ടായി ഗൈസ്. അതെ, കുക്ക്ഡ് ചിക്കൻ കഴിക്കാം ഗൈസ്. കുക്ക്ഡ് ചിക്കൻ കഴിച്ചു. പിന്നെ ഗൈസ് കുറച്ച് സാൻഡ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വുഡ് ഞാൻ മൈൻ ചെയ്യാൻ പോയി. കുറച്ച് വുഡ് ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഡയമണ്ട് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു വലിയൊരു കേവില്ലേ ഗൈസ്, അങ്ങോട്ടോ ഒരു വലിയ കേവുണ്ട്. ആ കേവിൻ്റെ അടിയിൽ നിന്ന് ഞാൻ കുറച്ച് അങ്ങോട്ട് കുഴിച്ചു പോയി. കാണിച്ചില്ല ഗൈസ്. നമുക്ക് വാട്ടർ വെച്ച് അഭ്യാസം കാണിക്കണോ? വേണോ ഗൈസ്? ഇനി ഇവിടെ നിന്ന് ഗൈസ് ഒരു പട്ടിക്കുട്ടി എൻ്റെ അടുത്ത് ബോണുണ്ടായി ഗൈസ്. ഞാൻ പിന്നെ ടീം ചെയ്തില്ല. ഞാൻ അങ്ങനെ വെച്ചു. പട്ടി ഇനി ചത്തില്ലടാ. അപ്പൊ ചത്തത് ആടാണ് ഗൈസ്, പട്ടിയല്ല ചത്തത്. ഞാൻ കാണിച്ചല്ല ഗൈസ്. കേവ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഞാൻ കുഴിച്ചുപോയി. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ കുഴിച്ചുപോയി. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ അടിയിലോട്ട് കുറേ ഞാൻ കുഴിച്ചുപോയി ഗൈസ്. ഡീപ് ഫ്ലൈറ്റിൻ്റെ ലെവലൊക്കെ അത്ര എത്തിയപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ട് കുഴിച്ചു ഗൈസ്. പട്ടിക്കുട്ടി ഗൈസ്, ഇത് നമ്മുടെ സ്വന്തം ആളാണ് ഗൈസ്. ഇത് നമ്മുടെ സ്വന്തം ആളാണ്. ഞാൻ ടീം ചെയ്തു, പറയാൻ പറഞ്ഞേ. കമോൺ. എടാ മോനെ, നീ ഈ പ്രാവശ്യം ഇവിടെ തന്നെ ഇരി. ഞാൻ പോയിട്ടും വരാം ഗൈസ്. ഇനി നമ്മുടെ പട്ടിക്കുട്ടിക്ക് എന്ത് പേര് കൊടുക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. ആ പേര് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ഇതേ ഗൈസ്, അവിടെ കേവ് കണ്ടു. ഈ കേവിലാണ് ഞാൻ എത്തിയത്. ഗൈസ്, ഇഞ്ഞെടുത്താണ് ചാടിയൊക്കെ. ഓ നോ. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ കേവ്. ഇവിടെ നിന്ന് ഞാൻ കുറേ ടോർച്ചൊക്കെ കുത്തി വെച്ചിട്ടുണ്ടായി ഗൈസ്. അതുണ്ടോ ഗൈസ്, ഭയങ്കര വലിയ കേവാണ്. ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടില്ല ഗൈസ് അധികം. പിന്നെ അവിടെ കുറച്ച് ഒബ്സിഡിയൻ ഉണ്ട്, അവിടെ പറ്റി ഞാൻ പോയിട്ടുണ്ട്. ഇവിടുത്തെ സോംബി ക്രീപ്പറിൽ ഞാൻ ഫുള്ള് അങ്ങോട്ട് തീർക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. ടോർച്ചൊക്കെ തീർന്നു, എൻ്റെ കയ്യിലുള്ളതെല്ലാം തീർന്നു. പിന്നെ അതേ ഗൈസ്, ഇവിടെ അതേ ഏൻഷ്യൻ്റ് സിറ്റിയുടെ അതും ഞാൻ ഇവിടെ ഒന്ന് കണ്ടുപിടിച്ചായിരുന്നു. സെൻസ് ഉണ്ട്. ഒബ്സിഡിയൻ കണ്ടോ?
പറ്റുമെങ്കിൽ അങ്ങോട്ട് ഒറ്റ വരെ പോകണം ഗൈസ്. ഇപ്പോഴത്തെ ഡയറി ഇതാണ് ഗൈസ് പണി. വെള്ളം ഒരു വിഷയമാണ്. ഗൈസ് വാർഡൻ സ്പോണാകും. ഇല്ലല്ല ഗൈസ് വാർഡൻ സ്പോണാകോ? അവിടെ വേറെ യുദ്ധം നടക്കണം ഗൈസ്. നിങ്ങൾ പോവാ ഗൈസ്. എൻ്റെ മോനെ നോക്കിയേ ഗൈസ്, എന്തുമില്ല. ഇതാ നോക്കി, ലാവയൊക്കെ വലിയ വെള്ളം ഒഴിക്കണം. ആ ഗൈസ് ചത്തു ഗൈസ്, ഞാൻ ചത്തില്ല. ഒരു പൊടി വാർത്തം കൂടെ ഉള്ള ഗൈസ് ഇനി എനിക്ക് വന്നടാ. ക്രീപ്പർ പൊട്ടിത്താശം മിക്കവാറും ഞാൻ ഇടാം ഗൈസ്. ഇവിടെ നിന്നാണ് നമുക്ക് കുറച്ച് അങ്ങോട്ട് ഒന്നും കൂടി പോയാൽ ഡയമണ്ട് കിട്ടാൻ നോക്കാം ഗൈസ്. You going to 100 diamonds guys. Oh no guys, ഇത് തോന്നണം ഗൈസ്. ടോർച്ച് ഉണ്ടെങ്കിൽ ഇവിടെ ഗൈസ് 4 ടോർച്ച് ഉണ്ട്. അത് നമ്മുടെ ലക്കാണ് ഗൈസ്. വാട്ടറിന് ആവശ്യം ഗൈസ്. 2 എൻഡർമാൻ ഗൈസ്. ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും വടി വല്ലതും ഉണ്ടാകുമോ ഗൈസ്? റെഡ് സ്റ്റോൺ യാ ഗൈസ്. നമുക്ക് ടോർച്ച് വെറുതെ അവിടെ ടോർച്ച്. ഗൈസ് ഞാൻ ഡെഡായില്ല. ഇപ്പം ഡെഡായി ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ബാക്കിയുള്ള പണി നമുക്ക് ചെയ്യാം. ബാക്കി നമുക്ക് നമ്മുടെ ക്രീപ്പർ ഫാമിലേക്ക് പോകാം ഗൈസ്. ക്രീപ്പർ ഫാം യാ ഗൈസ്. 21 ബ്ലോക്ക് നമ്മൾ മേളിലേക്ക് വെച്ച് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എട്ടെണ്ണം പോകാം ഗൈസ്. നമുക്ക് കിടന്നുറങ്ങിയിട്ടൊക്കെ പോരേ ഗൈസ്. നമുക്ക് കിടന്നുറങ്ങണം ആദ്യം. ഉറങ്ങിയിട്ട് നമുക്ക് രാവിലെ പണി തുടങ്ങാം. ഇതെല്ലാം എൻ്റെ വീട് ഇതാണ് ഗൈസ്. പിന്നെ ഗൈസ് അടുത്ത വീഡിയോ നമ്മൾ സ്റ്റോറേജ് റൂം ഉണ്ടാക്കുന്നതായിരിക്കും. അതിനാണ് ഞാൻ ആ വുഡൊക്കെ കളക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അത് നമുക്ക് വെട്ടി ബ്ലാങ്കാക്കി നമുക്ക് നമ്മുടെ ക്രീപ്പർ ഫാമിൻ്റെ പണികൾ ആരംഭിക്കാം. യാ ഗൈസ്, നമ്മുടെ ക്രീപ്പർ ഫാം കുറച്ച് ദൂരെയാണ് ഗൈസ്. നമ്മൾ ഡ്രാഗനൊക്കെ ഒന്ന് ഇലക്ട്രിക് എടുക്കുമ്പോൾ ഫയർ വർക്ക് റോക്കറ്റ് ഉണ്ടാക്കാൻ നോക്കണം. പിന്നെ ഗൈസ് നമുക്ക് ആ എൻഡർമാനെ കൂടെ ഒന്ന് ഫാം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇവിടെ നിന്ന് നമുക്കൊരു സ്റ്റെപ്പ് ഉണ്ടാക്കണം. സ്റ്റെപ്പല്ല, ഇങ്ങനെ ഇപ്പോൾ പെർമനൻ്റായിട്ടല്ല ഗൈസ്, വെറുതെ ഇങ്ങനെ 2 ഇതിങ്ങനെയാണ്. ഇവിടെ നിന്ന് നമുക്ക് 21 ബ്ലോക്ക് നമ്മുടെ കോബിൾ സ്റ്റോൺ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ എത്ര എത്തിണ്ടാവും? ഞാൻ ഈ ബ്ലോക്കിൻ്റെ അത്രയൊക്കെ അങ്ങോട്ട് വെച്ച് പോണേ. സുഹൃത്തുക്കളെ, നമുക്ക് ഇനിയും വെച്ച് പോകാനുണ്ട് ഗൈസ്. ഗൈസ് ഇങ്ങനെ ഇത്ര എത്തി. ഇനി അടിയിലോട്ട് പോകണ്ടല്ലോ. ഇനി 1 ഗൈസ് നമുക്ക് ഈ ഷീൽഡ് ഒന്ന് മാറ്റി പിടിക്കണം കേട്ടോ. ഷീൽഡ് ഒരു ഭീഷണിയാണ് ഗൈസ്. ഇപ്പോൾ ഷീൽഡ് ഒരു ഭീഷണിയാണ് ഗൈസ് നമുക്ക്. ഇപ്പോൾ ഓക്കെ. ഇനി ഞാൻ ഇപ്പോൾ തന്നെ 1 2 3
ഓക്കെ ഗൈസ് ഓക്കെ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇത് പൊട്ടിച്ചളണം. ഇത് പൊട്ടിച്ചളണം. അത് പൊട്ടിച്ചാളുടെ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ 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 ഇവിടെ നിന്ന് വരെ ഇത്രയും ഗൈസ് ഇവിടെ നിന്ന്. ഓ ഷിറ്റ്, ബ്ലോക്ക് കയറുന്നു, കുഴപ്പമില്ല, നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ അല്ല ഗൈസ്, ഇവിടെ. ഓക്കെ ഓക്കെ ഗൈസ്. ഇനി നമുക്ക് വെള്ളം ഓ ഷിറ്റ്, ഒരെണ്ണം കൂടെ വേണം ഗൈസ്, ഒരെണ്ണം കൂടെ വേണം. ഇത് കുറച്ച് കൂടിപ്പോയി. കുറച്ച് ഇതാണ് ഗൈസ് നമുക്ക്. അപ്പോൾ ഇത് പൊട്ടിച്ചളണം ഗൈസ്. ഇത് പൊട്ടിച്ചളന്നിട്ട് ഇത് അങ്ങോട്ട് പൊട്ടിച്ചളണം, ഇതും പൊട്ടിച്ചളണം. ഇപ്പോൾ സെറ്റ് ഗൈസ്. ഇനി സെറ്റ് ആയിരിക്കും. ഒഴിച്ച് നോക്കാം. ഗൈസ് ഇത് ശരിയാണ് ഗൈസ്, ഇത് ശരിയാണ് കേട്ടോ. നമുക്കേ ഈ എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് ഒന്ന് നോക്കണം. വന്നില്ല. 1 2 3 4 5 6 7 8 ഗൈസ്, 8 ബ്ലോക്ക്. ആ ബ്ലോക്ക് കൂട്ടണ്ട ഗൈസ്, അങ്ങനെ 7 എണ്ണം, അങ്ങനെ 7 എണ്ണം, ആ ബ്ലോക്ക് കൂട്ടണ്ട. ഇതും കൂടെ പൊട്ടിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ സെറ്റ് അതിൻ്റെ മേളിൽ വെക്കണം. എന്നാല് ക്രീപ്പറൊക്കെ അല്ല ഗൈസ്, ക്രീപ്പറല്ല, അത് പോണം. ഒരു സൈഡ് വെച്ച് ഗൈസ്, നമുക്കിനി ഈ സൈഡും കൂടെ വെക്കണം. ശരി. ഇനി അടുത്തത് വേണം ഗൈസ്. ഇനി അടുത്തത് അത് ഇവിടെ നിന്ന് അവിടെ ചാടിപ്പോയാൽ ഗൈസ്, ജസ്റ്റ് മിസ് ഗൈസ്, ജസ്റ്റ് മിസ്. അയ്യോ, ഇത് പൊട്ടിച്ചളാം. ഒരു ബ്ലോക്ക് പോയി ഗൈസ്. 1 2 3 4 5 6 7 ഗൈസ്, 7 എത്തി. 7 മതി ഗൈസ്. നമുക്കിപ്പോൾ 7 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. ഇത് പൊട്ടിച്ചള്ള ഗൈസ്, ഒരു രസമില്ലേ അവിടെ വേണ്ട. നമുക്ക് ഇവിടെ നിന്നിട്ട് അത് 2 എണ്ണം പൊട്ടിച്ചളാൻ പറ്റുമോ? ഇല്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇപ്പം ഉള്ളത് ഇങ്ങനെ 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 വെച്ചിട്ട് ഗൈസ്. ഇനി അതും വെച്ച് ഇനി ഇങ്ങോട്ട് പോകണം. അത് പൊട്ടിച്ചളണം. അത് പൊട്ടിച്ചളഞ്ഞ് യെസ് ഗൈസ്, അത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാം. അവിടെ ഒരെണ്ണം കൂടെ ഒഴിച്ചാൽ സെറ്റ് ആയിക്കോളും. ഇനി നമുക്ക് ഇവിടെ മേളില് ഗൈസ് നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് കുറച്ച് കൂടുതലുണ്ട് ഗൈസ്, അതുകൊണ്ട് വലിയ പണിയില്ല. പിന്നെ നമ്മുടെ സ്റ്റോറേജ് റൂമിൽ അത് സെറ്റാക്കാൻ നമുക്ക് ആവശ്യത്തിന് ബ്ലോക്ക്, അത് വുഡ് മതി ഗൈസ്. ഇതേ ഗൈസ്, ഒരു ആട്ടുകുഞ്ഞിനെ ഒരു പട്ടി കടിച്ചു കൊന്നു ഗൈസ്. അപ്പോൾ ഗൈസ് അടുത്ത പില്ലർ 1 2 3 4 5 6 7 ഗൈസ് സെറ്റ്.
നമുക്ക് രണ്ടെണ്ണം അങ്ങോട്ട് വെച്ച് പോയാലോ. രണ്ടെണ്ണം അങ്ങോട്ട് വെച്ച് പോകാം. പിന്നെ ഗൈസ് അടുത്ത ഏത് ഗെയിം കളിക്കണം നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. നമ്മൾ റേസ് മാക്സ് പ്രോയുടെ അടുത്തൊരു വീഡിയോ അത് വരും, ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഗൈസ് നമുക്ക് ഇതിങ്ങനെ ഇങ്ങനെ വെച്ച് പോവാം. ഇതങ്ങോട്ട് പൊട്ടിച്ചാൽ ഗൈസ് നമുക്ക് ഡയമണ്ട് അത്യാവശ്യം ഉണ്ട് ഗൈസ്. അതുകൊണ്ട് നമുക്ക് മറ്റേ ഇത് ലെതറിൻ്റെ ആവശ്യമുണ്ട്. കുറച്ച് ലെതർ വേണം. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ബുക്ക് ഷെൽഫ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ വെപ്പൺസൊക്കെ എൻചാൻറ്റ് ചെയ്യണം ഗൈസ്. ഫൈനലി നമ്മളിവിടെ എത്തി. അതിൽ വെള്ളം വെച്ച് നോക്കണം ഗൈസ്. നമുക്ക് എന്തായാലും വെള്ളം വെച്ച് നോക്കിയേക്കാം. പണി അങ്ങനെ പാടിയാലോ. അതും സെറ്റാണ്, കുഴപ്പമില്ല. അടുത്തത് ഇപ്പോൾ ചത്താനേ ഗൈസ്. 1 2 അയ്യോ ഗൈസ് അവിടെ വന്നു 2 3 4 5 6 7 ഗൈസ്. ഇതിങ്ങനെ വെച്ച ഫോണാണ് ഗൈസ് നല്ലത്. 2 3 ഓക്കെ ഗൈസ്. പിന്നെ ഒരു സ്ഥലം ആയി ഗൈസ്. ഇതും കൂടെ അങ്ങോട്ട് കഴിഞ്ഞാൽ ഗൈസ് ഈ ഒരു ഇത് തീർന്നു ഗൈസ്. അത് അടുത്ത സ്റ്റാക്ക് ഗൈസ്. ഇത് തീരാറായി ഗൈസ് നമ്മുടെ ബ്ലോക്ക്. ഇനി ഉണ്ടോ? ഇനി കുറച്ചുണ്ട് ഗൈസ്. എന്ത് ബ്ലോക്ക് വെച്ചാണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയാൽ പോരെ ഗൈസ്. രാത്രി ആകുമ്പോഴേ ഇതിൻ്റെ എഫിഷ്യൻറ്റ് മനസ്സിലാവുള്ളൂ ഗൈസ്. ഗൈസ് ഇത് സെറ്റായി. ഇനി കുറച്ച് ട്രാപ്പ് ഡോറാണ്. അതിന് ഗൈസ് നമുക്ക് നമ്മുടെ മരങ്ങളെല്ലാം തീർക്കേണ്ടി വരും ഗൈസ്. ഞാനങ്ങനെ പുറത്തോട്ട് ഇറങ്ങും. ഇവിടെ ഒരെണ്ണം പൊട്ടിക്കും. ഇത് പൊട്ടിച്ചിട്ട് ഞാനങ്ങനെ മേളിലോട്ട് കയറും. അത് പണിയാണല്ലോ ഗൈസ്. നമുക്കുണ്ടല്ലോ ഗൈസ് ഇനി മേളിലോട്ട് കയറണത് ഒരു ഭീഷണിയാണ്. അതുകൊണ്ട് ഗൈസ് നമുക്ക് വാട്ടർ ബക്കറ്റ് വെച്ച് കയറാം ഗൈസ്. ഇതൊക്കെ പിന്നെ നമുക്ക് ഇത് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഗൈസ് നമ്മൾ ഇതിനിടെ പൊട്ടിച്ച ബ്ലോക്സ്. ഗൈസ് ഇപ്പുറം വെള്ളം വരുന്നുണ്ട്. ഇപ്പുറം ഇവിടെ ഇങ്ങനെ ഓക്കെ ഇനി നോക്കിയത് അങ്ങോട്ട് പൊട്ടിച്ചരണം. നോ ഗൈസ് ഇത് ഇങ്ങനെയാണ് ഗൈസ്. വെള്ളം അടിയിലേക്ക് ഉണ്ടായി. ഗൈസ് അതെന്തായാലും വെള്ളം വരും. പിന്നെ പറഞ്ഞിട്ട് വരും. ഗൈസ് കണ്ണാണ പോലെയുള്ള ഗൈസ്. നമുക്ക് രാവിലെ വന്ന് നോക്കാം. ഗൈസ് കുറേ സ്കെൽട്ടൺ നിൽപ്പുണ്ട്. ഹലോ സ്കെൽട്ടൺ, ഐ ആം ഗോയിങ് ടു മൈ ഹൗസ് ഗൈസ്. നമ്മൾ വീടെത്തി. ഗൈസ് നമുക്ക് കിടന്നിറങ്ങാം. ഗൈസ് സ്കെൽട്ടൺ ചത്ത ഗൈസ്. അവൻ പെട്ടെന്ന് തന്നെ ഡെഡായി. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ നമ്മുടെ ക്രീപ്പർ ഫാമിലോട്ട് പോകണം. ഗൈസ് എല്ലാ എണ്ണം ഗൈസ് ഇവന് ബുദ്ധിയുണ്ട് കേട്ടോ ഗൈസ്. ഇവന് ബുദ്ധിയുണ്ട്, അവനും ബുദ്ധിയുണ്ട്. ബാക്കി എല്ലാം പൊട്ടന്മാരാ. 10 ഉണ്ടായാലോ. അതേ ഗൈസ്
ഓക്കെ ഗൈസ്, അവൻ്റെ ലൂട്ട് നമുക്ക് എടുത്തത് ഗൈസ് ഒരു പൊട്ടാറായ ഒരു ബോ. എനിക്ക് കുറേ വീട്ടിലിരിപ്പുണ്ട് ഗൈസ്. ഗൈസ് കുറേ പട്ടികളോട് ഓടി നടപ്പുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് അത് ഇത് ഞാൻ കുടിച്ച കുഴിയാണ്. പക്ഷേ ഇതെന്താ സംഭവം, നമുക്കിവിടെ ഫിറ്റിങ് ചെയ്യേണ്ടത് ഗൈസ്. ഇത് അങ്ങോട്ട് പൊട്ടിക്കണം, പിന്നെ ഇത് അങ്ങോട്ട് പൊട്ടിക്കണം, പിന്നെ ഇത് പൊട്ടിക്കണം, ഇത് പൊട്ടിക്കണം, ഇത് പൊട്ടിക്കണം, ഇത് പൊട്ടിക്കണം, ഇതും പൊട്ടിച്ച് കളയണം. ഈ സൈഡിൽ അതും പൊട്ടിക്കണം. തെറ്റാണ് ഗൈസ്, ശരിയാണ് ഗൈസ്. പിന്നെ ഗൈസ് നമ്മ ഈ വെള്ളം വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഗൈസ് ഇത് ഇങ്ങനെ വന്നത്. ഞാനിങ്ങനെ വരും. ഇത് പൊട്ടിച്ചത് ഓക്കെ ഗൈസ്, ഞാനിടല്ല ഇവിടെ ഒരു ബ്ലോക്ക് വെച്ച് ഇവിടെ കയറി നിന്നു. പിന്നെ ഇത് അങ്ങോട്ട് പൊട്ടിക്കും. ഉള്ളിലോട്ടെത്തി ഗൈസ്. നമ്മൾ ഗൈസ് അയൺ പെട്ടിക്കകത്തുനിന്ന്, അയൺ പെട്ടിയല്ല, ഈ അയണെടുത്ത് കുറച്ച് ബക്കറ്റ് അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സിൽ നിന്ന് കുറേ വെള്ളം അങ്ങോട്ട് ഉണ്ടാക്കണം ഗൈസ്. എല്ലായിടത്തും നടപടിയാക്കണ കാര്യമില്ല ഗൈസ്. അയ്യോ, നമ്മുടെ ഹൗസ് ഇതാണ്. നമ്മൾ വേറെ ആരുടെയും വീട്ടിൽ കയറാറില്ല. ഇതാണ് നമ്മുടെ വീട്. നമ്മുടെ അയൺ എന്ത് ഗൈസ്? അയൺ 15 എണ്ണം ഇനി ഉരുക്കാനുണ്ട്. 25 എണ്ണം ഇപ്പോൾ ഉണ്ട്. നമുക്ക് ഫുഡ് കിട്ടിയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടിയ എല്ലാ ഫുഡും അങ്ങോട്ട് എടുത്ത് വെച്ചേക്കാം ഗൈസ്. ബാക്കി വന്ന് 5 എണ്ണം. പിന്നെ ഈ സാധനം, സാധനം ഒന്നും ഗൈസ് എന്നാലും ഇരിക്കട്ടെ, കുഴപ്പമില്ല. ഗൈസ് ഈ വുഡിൻ്റെ ഇത് കുറേ ഉണ്ട്. പിന്നെ അതെ ഈ സ്ട്രിങ് ഉണ്ട് ഗൈസ്, സ്ട്രിങ് ഉണ്ട്. പിന്നെ ബോണുണ്ട് ഗൈസ്. പിന്നെ ഇത് ഇങ്ങോട്ടിരിക്കട്ടെ. പിന്നെ ഗൈസ് വൂളുണ്ട്, വൂള് കുറച്ചുണ്ട് ഗൈസ്. ഇത്രയൊക്കെ മതി ഗൈസ്. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ നമുക്ക് കുറച്ച് ബക്കറ്റ് അങ്ങോട്ട് ഉണ്ടാക്കിയാലോ? എത്ര ബക്കറ്റ് പറ്റും? 8 എണ്ണം. 4 5 മതി ഗൈസ്, അത്രയും മതി. ബാക്കി ഗൈസ് 4 ആണുള്ളത് ഗൈസ്, കുഴപ്പമില്ല. മൈൻ ചെയ്യാൻ പോകാം. 8 ബക്കറ്റ് ഉണ്ട് ഗൈസ്, 8 എണ്ണം ഉണ്ട്. 8ലും നമുക്ക് വെള്ളം നിറക്കണം. 8ലും വെള്ളം നിറക്കണം ഗൈസ്. എന്നിട്ട് നമുക്ക് 1 2 3. അയ്യോ ഗൈസ്, ഇത് ചെറുതായിട്ട് പണി പാളി. നമുക്ക് നടുക്കുന്നാണ് ഗൈസ് എടുക്കേണ്ടത്. നമുക്ക് എടുക്കണ്ടേ. 1 2. ഇനി നടുക്ക് നിറക്കണം. ഗൈസ് നമുക്ക് നടുക്കുന്നാണ് ഗൈസ് എടുക്കുന്നത്. അയ്യോ ഗൈസ് ഒരെണ്ണം പോയി. ഇനി ഇത് എല്ലാ വാട്ടർ ബക്കറ്റും സെറ്റായി ഗൈസ് അങ്ങനെ. ഓക്കെ ഗൈസ്, ഇനി നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് എടുത്ത് വെക്കണം. സെറ്റായി. ഇനി ലെറ്റ്സ് ഗോ ഗൈസ്. മിക്കവാറും ഇന്നും ഈ ക്രീപ്പർ ഫാമിൻ്റെ പണി തീരില്ല. അതുകൊണ്ട് പാർട്ട് 3 ആക്കി ഞാനിടും. ഇത് നേരത്തെ പാർട്ട് 1 ചെയ്തിട്ടുണ്ടായി. ഇത് പാർട്ട് 2 ഗൈസ്. അടുത്തതിൻ്റെ പാർട്ട് 3 ആയിട്ട് ഞാൻ ചെയ്യാൻ ഇടുന്നതായിരിക്കും ഗൈസ്. നമുക്ക് എൻഡർമാനെ കൂടെ ഒന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ കുറച്ച് കൂടി ഞാൻ തന്നെ വീണില്ല ജസ്റ്റ് ഗൈസ്. നമുക്ക് വീണ്ടും ഓടി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറണം ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ കയറട്ടെ. യെസ് ഗൈസ്, നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് മേലോട്ട് പോകണം. അയ്യോ ഗൈസ്, നമ്മളിപ്പോൾ ചാകാറേ. നമുക്ക് നേരെ ഗൈസ് നേരെ ഇതിൻ്റെ മേലെ
മേളിൽ കയറണം. എത്തി 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 ഗൈസ് എത്തി. ഇനി കുറച്ച് പണിയായിരിക്കും. ഓ ഷിറ്റ്. ഇത് ഇങ്ങനെ നോക്കണം. പിന്നെ മേളിൽ കയറണം ഗൈസ്. കൊണ്ടുവന്ന വാട്ടറൊക്കെ അങ്ങോട്ട് വെച്ചേക്കാം ഗൈസ്. 2 4 4 ഗൈസ്. സെറ്റ് ഗൈസ്. ഒരെണ്ണം ഇവിടെ, അതൊരെണ്ണം അവിടെ. അത് പൊട്ടി. ഓ ഷിറ്റ്. ഓ നോ ഗൈസ്. ഇതുള്ളത് കൊണ്ട് ഗൈസ് നമുക്കിത് പറ്റൂല. നമുക്ക് ഈ സാധനം പോകൂല. ഇനി പോകൂല. ഗൈസ് നമ്മളെ കളയരുത്. സെറ്റി. ഇനി ഗൈസ് ഇവിടെ നിന്ന് 2 ഗൈസ് അത് സെറ്റി. അവിടെ നിന്ന് സെറ്റി. ഓ നോ 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 നോ. ഓ യെസ് ഗൈസ്. ഗൈസ് ഫൈനലി നമ്മൾ വെള്ളമൊഴിച്ചു. ഓ യെസ് യെസ് യെസ്. ഓ നോ 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 നോ. ഇപ്പുറം നമുക്ക് ഈ വെള്ളം ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു ബക്കറ്റ് വെള്ളമുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് വെച്ച് പോകണം. ഔട്ടറേ എത്തില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് വെച്ച് പോകണം. 1 സെറ്റ്. ഇവിടെ വരണം ഗൈസ്. ഇവിടെ അത് കുഴപ്പമില്ല. നമുക്കത് ഫില്ല് ചെയ്യണമല്ലോ. അത് ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നോക്കണം. ഇതൊരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഗൈസ് നമ്മളിവിടെ വെക്കണത്. ഇവിടെ ഗൈസ് ഇതിലാക്കി വർക്കായാൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ എല്ലാം തല്ലിപ്പൊളിച്ച് പിന്നെ ഉണ്ടാക്കുന്നതായിരിക്കും ഗൈസ്. പിന്നെ ക്രീപ്പർ ഫാം. ഈ ക്രീപ്പർ മാത്രം തന്നെ അത് വേണോ? അല്ലെങ്കിൽ ഗൈസ് എല്ലാ മോബും സ്പോണാകും. അതായത് ഈ സോംബി സ്കെൽട്ടൺ അതേപോലെയൊക്കെ വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ. ക്രീപ്പർ മാത്രം മതിയെങ്കിൽ മറ്റേ ബട്ടൺ അതൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. നിങ്ങൾ പറ ഗൈസ്. നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ഗൈസ്. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ വെച്ച് ഇങ്ങനെ പോയി ഇങ്ങനെ 1 2 ഗൈസ് എത്തിയില്ലേ? ഇല്ല ഗൈസ്. ഒന്നും കൂടെ കൊണ്ടുവന്നിട്ടാവും. ഇവിടെ അത് കറക്റ്റാണ്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നമുക്കിങ്ങനെ ഇവിടെ 2 വെച്ച് ഇവിടെ ഇങ്ങനെ വെച്ച് നമ്മുടെ ബ്ലോക്കൊക്കെ പതിയെ തീർന്നുകൊണ്ടിരിക്കുന്നു. മൈനിങ്ങിന് പോകേണ്ടി വരും ഗൈസ്. എൻട്രപ്പുകൾ കിട്ടാൻ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഗൈസ്. ഫോർട്രസ് ഒന്ന് കണ്ടുപിടിക്കണം. അത് നമുക്ക് പതിയെ കണ്ടുപിടിക്കാം ഗൈസ്. നമ്മൾ പതിയെ എൻട്രി അങ്ങനെ തീർക്കണോ അല്ലെങ്കിൽ പെട്ടെന്ന് തീർക്കണോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മൾ പതിയെ തീർക്കണോ അല്ലെങ്കിൽ പെട്ടെന്ന് തീർക്കണോ എന്ന് നിങ്ങൾ പറ ഗൈസ്. അങ്ങനെ 2 കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് സമയമുണ്ടെങ്കിൽ ഇതും കൂടെ കംപ്ലീറ്റ് ചെയ്യാം ഗൈസ്. ഗൈസ് ആ ബ്ലോക്കിനെ പൊട്ടിക്കളയാം ഗൈസ്. പിന്നെ ഈ ക്രീപ്പർ ഫാം രാത്രിയാണ് ഭയങ്കര എഫിഷ്യൻറ്റ്. കാരണം രാത്രിയൊക്കെ കൂടുതൽ ക്രീപ്പർ സ്പോൺ ആകണത്. കുറച്ച് അവിടെ ഓ നോ ഗൈസ്. ഇത് ഇങ്ങനെ
ഗൈസ് ഇത് ഇങ്ങനെ വെക്കാൻ പറ്റാത്തത് ഭയങ്കര കഷ്ടമാണ് ഗൈസ്. ഇനി നോക്കില്ല, ഇനി കുഴപ്പമില്ല. 2 വെച്ച് വെച്ചു. ഇനി വെക്കാൻ പറ്റും ഗൈസ്. ഇനി നമുക്ക് ഇങ്ങനെ ഗൈസ് അടിയിൽ കുറേ സ്പൂണായി. ശരി ക്രീപ്പർ അവിടെ ഉണ്ട്. അവിടെ ഗൈസ് ഒരു ടോർച്ച് കണ്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഒരു ടോർച്ച് ഇവിടെ കുത്തി വെക്കാം. കണ്ണ് കാണാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. ഒരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ ഗൈസ്.